വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത് മധൂതിൻ്റെ റെസിപ്പിയാണ്. മധൂത് കേൾക്കുമ്പോൾ ചിലർക്കൊന്നും അറിയത്തില്ലായിരിക്കും, എന്നാൽ ഇപ്പോൾ കേരളത്തിൽ വളരെ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിഷാണ് മധൂത്. അറബിക് റൈസാണ്. കണ്ടു നോക്കാം. മധൂത് നമ്മുടെ ചിക്കൻ ബിരിയാണിയൊക്കെ പോലെ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. ഫ്ലേവേഴ്സ് നമ്മളൊരു അറബിക് ഫ്ലേവറാണ് കൊടുക്കുന്നത്. പിന്നെ എല്ലാം കൂടെ കുക്കറിൽ തന്നെയാണ് ഫുള്ളായിട്ട് കുക്ക് ചെയ്യുന്നത്. ഇറച്ചി സെപ്പറേറ്റും അങ്ങനെയില്ല, എല്ലാം കൂടെ ഒരുമിച്ചാണ് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് കുക്കിംഗ് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് കാണാം. അപ്പോൾ ഈ മധൂത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പ്രഷർ കുക്കർ ഹീറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ബിരിയാണിയൊക്കെ പോലെ തന്നെ ഉള്ളൂ. ഇതിനകത്ത് നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നതെന്നുള്ള വ്യത്യാസം. അതുകൊണ്ട് വളരെ എളുപ്പമാണ്. ഒറ്റ പാത്രത്തിൽ എല്ലാ കുക്കിങ്ങും നടക്കും. ഇതിലേക്ക് ഒരു 2 to 3 ടേബിൾ സ്പൂൺ ഓയിൽ, എണ്ണ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് ബേ ലീഫ്, ഞാൻ 2 ചെറിയ ബേ ലീഫ് എടുത്തേക്കുന്നത്, 2 കഷ്ണം പട്ട സിനമൺ, 6 കഷ്ണം കാടമം, ഒരു 8 ഗ്രാമ്പൂ, 1/2 ടീസ്പൂൺ പെപ്പർകോൺസ്. ഇതെല്ലാം പൊട്ടി തുടങ്ങി സ്പൈസസ്. ഇതിലേക്ക് ഒരു വലിയ സവോള സ്ലൈസ് ചെയ്തത്, അണിയൻസ് ഒന്ന് സോഫ്റ്റ് ആണ്, അതുവരെ ഒന്ന് കുക്ക് ചെയ്യുക. കുറച്ച് ഉപ്പൂടി ഇടാം. ഇതിലേക്ക് വെളുത്തുള്ളി 1.5 ടേബിൾ സ്പൂൺ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഫൈനായിട്ട് ചോപ്പ് ചെയ്ത്, ഇപ്പം തന്നെ നല്ല ഫ്ലേവർ. ആ സ്പൈസസിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ലൊരു മണമാണ്. നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുന്നതിലും വളരെ എളുപ്പത്തിൽ ഇതുണ്ടാക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ഒരു 2-3 എണ്ണം, ഞാനിവിടെ 3 എണ്ണം എടുത്തിട്ടുണ്ട്, 3 വലുത് എടുത്തേക്കുന്നത്. എരിവനുസരിച്ച്. വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി, ഇപ്പോൾ നല്ലൊരു മണം. ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് ടൊമാറ്റോസ് ആഡ് ചെയ്യാം. ഒരു വലിയ ടൊമാറ്റോ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത്, ടൊമാറ്റോസ് എല്ലാം ഉടനെ ഒരു പേസ്റ്റ് പോലെ ആവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് ഇടേണ്ടത് ടൊമാറ്റോ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും. അത് ഇല്ലാത്തവർ ടൊമാറ്റോ പ്യൂറി കിട്ടുമല്ലോ, പാക്കറ്റ്സിൽ കിട്ടും. അതൊരു 3 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. ടൊമാറ്റോ പേസ്റ്റ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ. പ്യൂറി ആകുമ്പോൾ എല്ലായിടത്തും കിട്ടും, അതുകൊണ്ട് പ്യൂറി ഉപയോഗിക്കുന്നെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഉപയോഗിക്കുക. ഇതില്ലെങ്കിൽ 1 ടൊമാറ്റോ എക്സ്ട്രാ ആഡ് ചെയ്താലും മതി. നന്നായിട്ട് സോട്ട് ചെയ്യുക, പച്ചമണം ഫുൾ മാറണം. നമുക്കിതിനൊപ്പം തന്നെ ക്യാപ്സിക്കം കൂടി ഇടാം, ഒരുമിച്ച് കിടന്ന് കുക്കായിക്കോളും. ഇവിടെ എടുത്തേക്കുന്നത് ഒരു 1/4 കപ്പ് ക്യാപ്സിക്കമാണ്, റഫായിട്ട് ചോപ്പ് ചെയ്തേക്കുന്നത്. അടുത്തായിട്ട് പാപ്രിക്ക 1 ടീസ്പൂൺ. പാപ്രിക്ക പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും, ഇല്ല എങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചാലും മതി. നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത് ഒരു കോഴിയാണ്, ഒരു 1 കിലോ 200 ഗ്രാമൊക്കെ വരും. അതിനെ 4ആയിട്ട് കട്ട് ചെയ്തെടുത്തേക്കാം. 4ആയിട്ടോ 5ആയിട്ടോ അല്ലെങ്കിൽ 2ആയിട്ടോ ഒക്കെ കട്ട് ചെയ്തെടുക്കാം.
നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുമ്പോൾ ഇത് യൂഷ്വലി 2 പീസായിട്ടായിരിക്കും, ഒരു ചിക്കനെ 2ആയിട്ട് കട്ട് ചെയ്തിട്ടായിരിക്കും കിട്ടുക. ഇതേപോലെ വലിയ പീസസായിട്ട് കട്ട് ചെയ്ത് 4ആയിട്ട് കട്ട് ചെയ്തേക്കുക. ഓരോന്നേയും വരഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഇട്ട് നല്ലതായിട്ട് ഇളക്കുക. ചിക്കൻ വലിയ പീസസാണ്, നമുക്ക് ഇളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചില്ലിയുടെ അളവ് ഞാൻ 3 എണ്ണം പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് ഒരു 5-6 വരെയൊക്കെ ഇടാം കേട്ടോ, അവരവർക്ക് ഇഷ്ടം അനുസരിച്ച് എത്ര എരിവ് ഇഷ്ടമുണ്ടോ. പക്ഷേ നമ്മൾ പാപ്രിക്ക ആകെ ഒരു ടീസ്പൂണല്ലേ ഇടുന്നുണ്ട്, അപ്പോൾ വലിയ എരിവ് ഉണ്ടാകത്തില്ല. അപ്പോൾ എരിവ് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഈ ചിക്കൻ ഇടുന്നതിനൊപ്പം തന്നെ നമ്മൾ ലൈം ഇടും കേട്ടോ, ഡ്രൈ ലെമൺ എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. ഇതൊന്ന് പ്രിക്ക് ചെയ്തിട്ടിടുക, ചെറുതായിട്ടൊന്ന് ഫോക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നൈഫ് വെച്ചിട്ടോ ഒന്ന് കുത്തിയിട്ടിടുക. നല്ലൊരു പുളി കിട്ടും, പ്ലസ് നല്ലൊരു ഫ്ലേവറാണ്. അപ്പം ഞാനിപ്പം നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഈ ഒരു കുക്കറിൽ ഉപയോഗിച്ചേക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് ചെറിയ കുക്കറേ ഉള്ളെങ്കിൽ ചെറിയ പീസസ് ആക്കാം ചിക്കൻ, അല്ല എങ്കിൽ വലിയ കുക്കർ ഉണ്ടെങ്കിൽ വലിയ കുക്കറാകുമ്പോൾ നമുക്ക് ഇളക്കാനായിട്ട് നല്ല സൗകര്യമായിരിക്കും, അങ്ങനെ ചെയ്യാം. ഓക്കെ, ചിക്കൻ ഇട്ട് നമ്മളൊരു 4-5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് ഇനി വെള്ളം ആഡ് ചെയ്യാം. നമ്മൾ 2.5 കപ്പ് അരിയുടെ റൈസാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഇരട്ടിയല്ല 1.5 ടൈംസ്, അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം വേണം ഒഴിക്കാനായിട്ട്. ഞാൻ 2.5 കപ്പ് ആയതുകൊണ്ട് 3.25 കപ്പ് വെള്ളം ചേർക്കുക. മൂന്നേമുക്കാൽ കപ്പ് വെള്ളം ചേർത്തു. ഇതിലേക്ക് അറാബിക് ഗരം മസാല, റെസിപ്പി ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, ചെക്ക് ചെയ്താൽ മതി. 3 ടീസ്പൂൺ. ആവശ്യത്തിന് ഉപ്പും കൊടുക്കാം. ഒരു നാരങ്ങയുടെ നീരുടെ പിഴിഞ്ഞൊഴിക്കുക. പകുതി, വലിയതാണെങ്കിൽ പകുതി മതിയാവും, ചെറിയ നാരങ്ങയാണെങ്കിൽ ഫുൾ നാരങ്ങ. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നല്ല തിള വന്നു കഴിഞ്ഞ ശേഷം ഒരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെള്ളം തിളയ്ക്കണം കേട്ടോ. ടേമറിക് പൗഡർ ഇത് വിട്ടുപോയതാണ്, നമ്മൾ വഴറ്റുമ്പോൾ തന്നെ ഇടുക, വിട്ടുപോയതുകൊണ്ട് ഞാനിപ്പോൾ ആഡ് ചെയ്യുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 15 മിനിറ്റ്സ് അടച്ചു വെക്കാതെ ഓപ്പൺ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക. പിന്നെ അത് വെള്ളം കുറച്ച് പറ്റാനായിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത്, ബിക്കോസ് ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ 15 മിനിറ്റ്സോളം ഓപ്പൺ ഫ്ലെയിമിൽ ബോയിൽ ചെയ്യായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് റൈസ് ആഡ് ചെയ്യാം. റൈസിന് എടുത്തേക്കുന്നത് 2.5 കപ്പ് ബസ്മതി റൈസാണ്. അരമണിക്കൂർ സോക്ക് ചെയ്ത ശേഷം വെള്ളം വാലാൻ വെക്കുക, അതിന് ശേഷം എടുത്തേക്കുന്നത് കേട്ടോ. നല്ലൊരു തിള വന്നു കഴിയുമ്പോൾ കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ, ഒറ്റ വിസിൽ വരെ കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിട്ടു, പ്രഷർ ഫുൾ റിലീസായി കഴിഞ്ഞ ശേഷം മാത്രമേ തുറക്കാവൂ. അതിൻ്റെ വെള്ളം എല്ലാം പറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇത് ഒരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത ശേഷം മാത്രമേ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവൂ, അല്ലെങ്കിൽ നമ്മൾ അടിയിലോട്ടൊക്കെ ഇച്ചിരി കുഴഞ്ഞിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇന്നൊരു 5-10 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം. മഹ്ദൂദ് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നോക്കിയാൽ ഭയങ്കര സോഫ്റ്റ്, മീറ്റ് ഇങ്ങനെ തൊട്ടാ വിട്ടു പോകുന്ന പരുവത്തിനാണ്, അപ്പം സൂക്ഷിച്ചെടുക്കുക.
കണ്ടോ എത്ര സോഫ്റ്റാണ്, ബോണിൽ നിന്ന് വിട്ട് വരുന്ന പോലെ. പീസസ് എല്ലാം ആദ്യം അടിയിലിടുക, അതിൻ്റെ മേലെ നമ്മൾ റൈസ് വെച്ച് കവർ ചെയ്യും. ഇനി റൈസ് വെച്ച് കവർ ചെയ്യാം. റൈസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കണം. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് റൈസ് എടുക്കാൻ. ചിക്കൻ മഹ്ദൂദ് വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഈ റൈസ് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ എപ്പിസോഡിൽ കാണിച്ച ഗരം മസാല, അറാബിക് ഗരം മസാല തന്നെ ട്രൈ ഔട്ട് ചെയ്യുക. കൂടാതെ ഇത് ചെയ്യുമ്പോൾ വിത്ത് സ്കിന്നുള്ള ചിക്കൻ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മഹ്ദൂദ് വീട്ടിലുണ്ടാക്കാം. ട്രൈ ഔട്ട് ചെയ്യുക. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.